ലെബനനിലെ ഭരണാധികാരികളാകട്ടെ ഇപ്പോഴും ഇസ്രായേലിനെ വിമർശിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തങ്ങളുടെ പരമാധികാരത്തിലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്നു എന്നാണ് ലെബനൻ ആരോപിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെട്ടിരുന്ന അതിമനോഹരമായ രാജ്യമായിരുന്നു ലെബനൻ. ആ ലെബനനെ അങ്ങേയറ്റം നശിപ്പിച്ചത് ഈ ഹിസ്ബുള്ള തീവ്രവാദികളായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് അഭയം നൽകിയതിലൂടെയാണ് ആ രാജ്യം തന്നെ നശിച്ചു പോയത്. ഹമാസിന്റെ തലവനായിരുന്ന ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ളവർ ഇവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെയാണ് ഇസ്രായേൽ ബങ്കർ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് നസറുള്ളയും അയാളുടെ അനുയായികളെയും വധിച്ചത്. അതിന് മുമ്പ് തന്നെ ഇസ്രായേൽ അവരുടെ ചാരസംഘടനയായ മൊസാദ് നടത്തിയ വളരെ വിപുലമായ ബുദ്ധിപൂർവമായ ഒരു ഓപ്പറേഷനിലൂടെ പേജറുകൾ പൊട്ടിച്ച് നിരവധി ഹിസ്ബുള്ള തീവ്രവാദികളെ വധിച്ചത് മറ്റ് പലർക്കും അവരുടെ കാഴ്ച പോയിട്ടുണ്ട്. പലരും ഇപ്പോഴും കിടപ്പിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലെബനനിൽ കടന്നു കയറിയ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ അന്ന് ഇസ്രായേൽ പൂർണ്ണമായും വിജയിച്ചിരുന്നു എങ്കിലും ഇപ്പോഴും അവരുടെ ചില നേതാക്കന്മാർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് വളരെ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത്തരക്കാർ അവിടെ നിന്ന് ഇപ്പോഴും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നും ഹമാസുമായി എല്ലാം തന്നെ ഇങ്ങനെ ഇവർ ബന്ധപ്പെടുന്നുണ്ടെന്നും കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്താൻ ഇവർ സംയുക്തമായി പദ്ധതിയിട്ടിരുന്നു എന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.